ജസ്നെ പിന്തുണയ്ക്കുന്നത് ഇസ്ലാമിക ഗ്രൂപ്പിൽപ്പെട്ട ചിലരാണെന്നും ആരോപണങ്ങൾ അങ്ങനെ ചൂടുപിടിച്ചു. മറുനാടൻ പറഞ്ഞ ഇസ്ലാമിക ഗ്രൂപ്പിൽപ്പെട്ട ചില പ്രധാനപ്പെട്ട ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന്, ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി ശ്രീ പിണറായി മോദിജി. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് മുസ്ലിം ലീഗ് MP ആയിട്ടുള്ള ശ്രീ സുരേഷ് കോയ മൗലവിയും. കൂടാതെ BV ആമിനാനന്ദമയി, അഫ്ലാം അൽ മലയാളം നജാമൽ നുജം മൗലവി ലാൽ സാഹിബ്, നജ്മുൻ അൽ സമാജം ഉണ്ണി മുഹമ്മദ് അസ്ഹരി, SDPI സംസ്ഥാന സമിതി സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാജി, പ്രമുഖ മുസ്ലിം വ്യവസായി ഗോകുലം ഗോപാലൻ അലി, അഹ്ലു ഹറാമത്തുൽ അലവലാദി മുൻ സംസ്ഥാന അധ്യക്ഷനും കറാച്ചി ഗവർണറായ കുമ്മനം രാജശേഖരൻ സഖാഫി, അൽ ബുറാസത്തുൽ മലംനാടൻ ഹാജൻസ്കറിയ ഔലിയ വരെ ഈ ആട്ടത്തിന് പിന്തുണച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിരുന്നു. ജസ്ന കൃത്യമായ ചില ആളുകളുടെ അജണ്ടയുടെ, പ്രത്യേകിച്ച് ജിഹാദി അജണ്ടയുടെ മുഖം മൂടി മാത്രമാണെന്നാണ്. അന്ന് ജസ്റ്റിനെ ഒക്കെ തിരിഞ്ഞാണ്ട് നാട് മുഴുവൻ നടന്ന് ജസ്റ്റിനെ നുള്ളി പിച്ചി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിനെ ഞെട്ടിക്കാൻ വേണ്ടി നടന്ന അതേ മറുനാടൻ തന്നെ ഇപ്പോൾ തിരിച്ചു പറയുന്ന ഒരു പറച്ചിലങ്ങോട്ട് കേട്ടിട്ട് ജസ്റ്റിനും വല്ലാത്തൊരു ഞെട്ടലാണ്. എല്ലാവരും എന്നെ വെറുക്കുന്നത് കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടമുണ്ട്. കരയേണ്ട കുട്ടിയെ, ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ജിഹാദികളൊക്കെ കടും വെട്ടീനെ ഈ കുട്ടീൻ്റെ പിറക്കാതെ പോയ കുഞ്ഞമ്മാവനായ മറുനാടൻ തന്നെ ഈ കുട്ടീനെ ജിഹാദിയാക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് മോള് കരയണ്ട, ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാടിത്തരാം. സംഗിയാരേ ജിഹാദിയാരേ സംഗമത്തിൻ ഹരമറിയം ജസ്നമോലെ പറയോ സംഗിയാരേ ജിഹാദിയാരേ അരങ്ങത്തു മിത്രങ്ങൾ അവരനിയറയിൽ ജനകങ്ങൾ അരങ്ങത്തു മിത്രങ്ങൾ അവരനിയറയിൽ ജനകങ്ങൾ സംഗിയാരേ ജിഹാദിയാരേ സംഗമത്തിൻ നോവറിയം ജസ്നമോലെ പറയോ സംഗമത്തിൻ ഹരമറിയം ജസ്നമോലെ പറയോ സംഗിയാരേ ജിഹാദിയാരേ. എനിക്കൊരു 30 വയസ്സായ പെൺകുട്ടിയെയും കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഞെക്കി അവളുടെ മണം വലിച്ചെടുക്കുന്ന ഉമ്മ വയ്ക്കാനുള്ള കൊതിയാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി ഗോപിയേട്ടാ. മറുനാടൻ എല്ലാം നശിപ്പിച്ച് ആ നല്ലൊരു കുട്ടീനെ അയാൾ ജിഹാദിയൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ കഴിഞ്ഞു പോയ കാലം മറുനാടെനിക്കരെ കുഴിഞ്ഞു വീണ രാഗം ജിഹാദിയക്കരെ ജസ്നമോലെ നിന്നെയോർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ